ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുട്യൂട്ടർ. MEG 14 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് 7 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ പാർട്ട് 8 അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബർത്ത്ഡേ. നമുക്ക് പഠിക്കാം. സമ്മറി ഓഫ് ബർത്ത്ഡേ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ചെയ്യണില്ല. നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ? Okay, so Vaikam Muhammad Bashir's birthday is a poignant tale of a starving writer on his 25th birthday. The story revolves around his desperate attempts to scrounge for money to buy a single meal, highlighting the harsh realities of poverty and hunger. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബർത്ത്ഡേ എന്നൊരു സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ 25ാം പിറന്നാളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സ്റ്റോറി എഴുതാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അന്ന് കാലത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ ഒരു ഹങ്കർ, സ്റ്റാർവിങ്, അത് വിശപ്പിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ദാരിദ്ര്യം, കടന്നുപോയ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എടുത്തു പറയുകയാണെങ്കിൽ ഒരു നേരത്തെ മീൽ കഴിക്കാൻ പോലും, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് പൈസ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. The narrative is a raw and honest portrayal of the writer's struggles, mirroring Bashir's own experiences. The story focuses on the fundamental human need for substances, presenting the mundane and painful aspects of daily existence without judgment. ബഷീർ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് മറ്റുള്ള സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ എടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഇന്നായാലും സൊസൈറ്റിയിൽ ഇതുപോലെ വിഷമിച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് റീഡേഴ്സിനെ ബോധ്യപ്പെടുത്തുന്നതാണിത്. The writer's interactions with an indifferent world and his physical sensations of hunger create a vivid and striking narrative. The story is a powerful testament to the struggles of the common person in early 20th century India, showcasing Bashir's commitment to realistic storytelling. 20ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ബഷീർ പോലെയുള്ള പല ആൾക്കാരുടെയും സ്ട്രഗിൾസും സഫറിങ്സിനെയും കുറിച്ചിട്ട്, പ്രത്യേകിച്ച് പൈസ ഇല്ലാത്തത് കൊണ്ടുള്ള ഭക്ഷണം വാങ്ങിക്കാനായാലും, എസ്പെഷ്യലി അദ്ദേഹത്തിന് ബർത്ത്ഡേ പോലും ആഘോഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ, ആഘോഷം പോയിട്ട് അദ്ദേഹത്തിന് ഒരു നേരത്തെ മീൽ പോലും കിട്ടാനായിട്ട് വകയില്ലാത്ത ആ ഒരു കാര്യത്തെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മറി ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബർത്ത്ഡേ ഈസ് ടിപ്പിക്കൽ ഓഫ് ദ സ്റ്റാർക്ക് റിയാലിസം ദി ഏർലി ബഷീർ പ്രാക്ടീസ്ഡ്. സബ്സ്റ്റാൻഷിയേറ്റ്. Vaikam Muhammad Bashir's birthday is a raw and honest portrayal of life as he experienced it. The story is semi-autobiographical, reflecting his own struggles with poverty and hunger. It's a stark and realistic depiction of a starving writer's life on his 25th birthday, a day that's typically meant for celebration but is instead marked by destitution. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ്. പക്ഷേ 25ാം ബർത്ത്ഡേ ബഷീറിൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദന നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന് ഓർക്കുമ്പോൾ അദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക്, റീഡേഴ്സിലോട്ട് എത്തിക്കണം. കാരണം സൊസൈറ്റിയിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണത്, പൈസ ഇല്ലാതെ ഭക്ഷണം കഴിക്കാനാകാത്ത ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അദ്ദേഹം എഴുതുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ, സെമി ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണിത്. The narrative is simple and direct, without any sugarcoating or flowery language. Bashir describes the protagonist's desperate attempts to scrounge for money to buy a single meal, highlighting the harsh realities of life. The vivid imagery of the hungry man's physical sensations
and his interactions with an indifferent world is striking. ഇതിൽ ബഷീർ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലും ഒക്കെ ഡയറക്റ്റായിട്ട് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ അദ്ദേഹം ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ചിട്ടും ഒരു നേരത്തെ മീലിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരവസ്ഥയെയും കുറിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. There's no complex plot or grand philosophical statements. The power of the story lies in its focus on the fundamental human need for substances. Bashir's naturalistic approach presents the mundane and painful aspects of daily existence without judgment, making Birthday a quintessential example of his early realistic style. The story showcases Bashir's commitment to portraying life as it truly was for the marginalized, without idealizing or romanticizing it. It's a powerful testament to the struggles of the common person in early 20th century India. സമ്മറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.